ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി റെസിപ്പിയാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഒരു പാത്രത്തിലേക്ക് 4 മാഗി ക്യൂബ്സ് എടുക്കുക. നമ്മളെടുത്ത ചിക്കൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ വാങ്ങി അത് നല്ല വൃത്തിയായി കഴുകി മാറ്റി വയ്ക്കാം. ശേഷം ഒരു പാത്രത്തിലേക്ക് മാഗി ക്യൂബ്സ്, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം എന്നിവയൊക്കെ ചേർത്ത് വയ്ക്കാം. ശേഷം ഇതിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കുരുമുളക് പൊടിക്കണം എന്നുള്ള ആവശ്യമില്ല. നമ്മൾ ഈ ഉണക്കിയ കുരുമുളക് തന്നെ ഇതിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉണക്കിയ കുരുമുളക് നമുക്കതിലേക്ക് ചേർക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ശേഷം പൊടികളാണ്. ആദ്യമായി നമ്മൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കളർ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് നമ്മുടെ ആ ചിക്കനൊക്കെ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് കാണിക്കുന്നത് നമ്മുടെ ഇവിടെ 2 പൂച്ചകളുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾ മീൻ വേവിക്കുന്നതാണത്. ശേഷം ഉപ്പ് എല്ലാം ചേർത്ത് എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. പൂച്ചയ്ക്കൊക്കെ മീൻ കൊടുക്കുമ്പോൾ എല്ലാവരും അതൊന്ന് കുക്ക് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കണേ. നമ്മൾ ഈ പച്ചമീനൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കെമിക്കൽസൊക്കെ ചേർന്ന് വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ കൊടുത്താൽ പൂച്ചയ്ക്കൊന്നും അസുഖമില്ലാണ്ട് ഇരിക്കും. ഓക്കെ. പിന്നീട് നമ്മൾ ചിക്കൻ നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ചിക്കൻ നന്നായിട്ട് ചേർത്ത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം നമ്മൾ അതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. കുക്കറിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അരിയും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സെല്ല റൈസാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കുക്കറിലേക്കിട്ട് ചിക്കൻ താഴെ വരുന്ന രീതിയിലും ചോറ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരി അതിന് മുകളിൽ വരുന്ന രീതിയിലായിട്ടും സെറ്റ് ചെയ്യണം. ശേഷം ഇതിലേക്ക് നമ്മളിന്ന് 2ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 2 കുക്കറിലായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിന്ന് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കളറ് കലക്കിയിട്ടോ നമുക്ക് ഈ ചോറിന് ഒരു മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 4 പച്ചമുളക് 4 സൈഡിലായിട്ടും നമുക്ക് ഇതിൻ്റെ വെച്ച് കൊടുത്ത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുമ്പോൾ ഒറ്റ വിസിലും മതി. നമ്മുടെ മന്തി കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് അരി നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കനും അരിയും കൂടെ ചേർത്ത് കുക്ക് ചെയ്യുന്നത് ഒരൊറ്റ വിസിൽ മതി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി പാലിൽ കലക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ദമ്മിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു വിറകോ എന്തെങ്കിലും കമ്പിൻ്റെ കഷ്ണം എടുത്ത് നമ്മൾ ഒന്ന് ചൂടാക്കി ഒന്ന് കത്തിച്ച് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ചോറിന് നടുക്കോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. കാരണം ആ ഒരു മണത്തിനുണ്ട്. പെട്ടെന്ന് കറണ്ട് പോയതാണ്, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ദമ്മിട്ട് ഒറ്റ വിസിൽ മതിയാവും. അടിപൊളി നല്ല ടേസ്റ്റുള്ള മന്തിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ഒരു മന്തി റെസിപ്പിയാണിത്. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. കണ്ടില്ലേ, ഇത് ഓരോ ക്ലിപ്പായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ വെച്ച് തുറന്നതിന്